നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മൈക്കിൾ ജോർഡൻ ബാസ്കറ്റ്ബോൾ ഇതിഹാസം. എവിടെ പോയാലും ആളുകൾ അദ്ദേഹത്തെ വലിയ രൂപത്തിൽ ആദരിക്കും. അതുപോലെയാണ് ലിയോ മെസ്സിയും, അതുപോലെയാണ് റാഫേൽ നദാലും ഒക്കെ അതുപോലെയാണ്. ഈ താരങ്ങളുണ്ടല്ലോ, അവര് ഫുട്ബോളിനപ്പുറം അല്ലെങ്കിൽ അവർ കളിക്കുന്ന സ്പോർട്ടിനപ്പുറം ലോകത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങിയവരാണ്. മെസ്സിക്കൊപ്പം ചെലവഴിക്കാൻ കഴിയുന്ന സമയം അത് വലിയൊരു പ്രിവിലേജ് ആണ് എന്ന് പറയുന്നു ഹാവിയർ മഷറാനോ. മെസ്സിയുടെ മാജിക്കൽ പെർഫോമൻസ് ന്യൂയോർക്ക് റെഡ് ബുൾസിനെ പിച്ച് ചീന്തിയ ശേഷം ഇന്റർ മയാമിയുടെ കോച്ച് ഹാവിയർ മഷറാനോ തന്റെ സുഹൃത്തായ തന്റെ ടീമിലെ പ്രധാന താരമായ നായകനായ മുൻപ് തന്റെ സഹതാരമായിരുന്ന മെസ്സിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തോടൊപ്പം 8 വർഷക്കാലം ബാഴ്സലോണയിൽ ഉണ്ടായിരുന്നു, ദേശീയ ടീമിലുണ്ടായിരുന്നു, എയർപോർട്ടുകളിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്നു, ഹോട്ടലുകളിൽ ഒരുമിച്ച് പോയിരുന്നു, എവിടെയൊക്കെ അദ്ദേഹം പോയിരുന്നു അവിടെയൊക്കെ ഞാനും ഉണ്ടായിട്ടുണ്ട്. ആളുകൾ അപ്പോഴൊക്കെ വളരെ ക്രേസി ആയിട്ട് അദ്ദേഹത്തെ കാണുമ്പോൾ ആവേശഭരിതരാകുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹം ജനറേറ്റ് ചെയ്യുന്നു. ആ ഒരു അഡ്മിറേഷൻ എന്ന് പറഞ്ഞാൽ അത് ടോട്ടൽ അഡ്മിറേഷൻ ആണ്. അത് അദ്ദേഹം ഏത് തരത്തിലുള്ള ഫുട്ബോളറാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ഒരു റോൾ മോഡലാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇത് ഈ സ്പോർട്ടിനെ ഈ രൂപത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോകുന്നത്. ഈ സ്പോർട്ട് എന്ന് മാത്രമല്ല, എനി സ്പോർട്ട് ഫാൻസ് ലിയോ മെസ്സിയെ കാണുമ്പോൾ ഏത് സ്പോർട്ടിന്റെ, നിങ്ങളിപ്പോ ക്രിക്കറ്റിന്റെ ആരാധകനാവട്ടെ, ടെന്നീസിന്റെ ആരാധകനാവട്ടെ, അതാണ് നമ്മളിതിൽ ഇവിടെ മഷറാനോ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഏതിന്റെ ആരാധകനാവട്ടെ മെസ്സിയെ കാണുമ്പോൾ നമുക്ക് അത് വല്ലാത്തൊരു ആവേശം. അതാ അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ഏത് സ്പോർട്ടിന്റെ ആരാധകരാവട്ടെ, ലിയോ മെസ്സിയെ കാണുമ്പോൾ നിങ്ങൾ ആവേശഭരിതനാകും. മെസ്സി എന്ന് പറഞ്ഞാൽ മൈക്കിൾ ജോർഡൻ, റാഫേൽ നദാൽ ഇങ്ങനെയുള്ള താരങ്ങളെ പോലെയാണ്. അവരും ഇതുപോലെ ആരാധകരെ ആവേശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ആളുകള് അവർ അംഗീകരിക്കുന്നു. അവരുടെ സ്പോർട്ടിൽ അവർ ചരിത്രം കുറിച്ചവരാണ്. തീർച്ചയായിട്ടും അവരെ നമുക്ക് ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റുക എന്നുള്ളത് നമ്മൾ വളരെയധികം പ്രിവിലേജ്ഡ് ആണ് എന്ന് ഹാവിയർ മഷറാനോ പറയുന്നത്. ഒരു ടീമിന്റെ കോച്ചാണ് ആ ടീമിലെ താരത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്ന കാര്യം ഓർക്കണം. അദ്ദേഹത്തിന്റെ മുൻ സാധാരണമായിരുന്നു, ഫ്രണ്ടാണ്, ഒക്കെ ശരിയാണ്. ഒരു കളിക്ക് ശേഷം ഇത്തരത്തിൽ തന്റെ ടീമിലെ താരത്തെ കുറിച്ച് ഒരു കോച്ച് വാട്ടിപ്പാടണമെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി, അയാൾ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, അയാൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന സ്വാധീനം, മറ്റുള്ളവർ അയാൾക്ക് കൊടുക്കുന്ന ബഹുമാനം, അതൊക്കെ വേറെ ലെവലാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.